ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. അച്ഛൻ കാശിന്ന് വരുന്നത് വരെ മോനൊന്ന് ക്ഷമിക്ക്. കാശിക്ക് പോയൊരു പാപം തീർക്കെ മോക്ഷം നേടുക ഒക്കെ ചെയ്യും. ഹരിയെ ചതിച്ചവർക്കിനി ഹരിയുടെ തീരുമാനങ്ങളിൽ ഒരു സ്ഥാനവും ഇല്ല. ആതിര ചേച്ചി വീട്ടിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹരിച്ചേട്ടന് ആതിര ചേച്ചിയോടൊപ്പം താമസിക്കാനാണെങ്കിൽ വേറെങ്ങും പോണ്ട. ചേച്ചി ഈ വീട്ടിൽ തന്നെ താമസിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് മാറി നിന്നോളാം. അച്ഛൻ പറയാതെ കാശിക്ക് പോയതിന്റെ ദേഷ്യ ഹരിച്ചേട്ടന്. അത് കേട്ട് ആതിര എടുത്ത് ഇവിടം വിട്ട് ഒരു കാരണവശാലും പോവരുത്. 4ാം വിരുന്നിനല്ലാതെ ആതിരയെ ഹരി വീട്ടിൽ കൊണ്ടുചെന്നാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. രാജശേഖരൻ തീർത്ഥാടനം കഴിഞ്ഞെത്തുന്നത് വരെ മക്കള് രണ്ടാളും ഈ വീട്ടിൽ തന്നെ തുടരണം. ഞങ്ങൾ വല്ല ലോഡ്ജിലേക്കോ മറ്റോ മാറിക്കോളാം. ചേച്ചി, ഈ കുടുംബത്തിന്റെ തോൽവി ആഗ്രഹിക്കുന്നവരെ ബോധിപ്പിക്കാനെങ്കിലും ആതിര ചേച്ചി ഇവിടെ കഴിയണം. അഭിലാഷേ, ഞാൻ ഈ വീട്ടിലെ താമസം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ആതിരയും കുട്ടി ഇന്ന് ഇവിടെ നടക്കും. പുതിയ വീട്ടിൽ എന്റെ ഒപ്പം ജീവിക്കാൻ ആതിരയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഹരി, നിനക്കിത് എന്തു പറ്റി? എന്തൊക്കെ അനുഭവിച്ച് നേരിട്ടുമാണ് നമ്മൾ ഈ ദിവസം വരെ എത്തിയെന്നുള്ള കാര്യം നീ മറന്നോ? ഒന്നും മറന്നിട്ടില്ല. മരണം വരെ ഒന്നും മറക്കാനും ആവില്ല. നിന്നെ തോപ്പിക്കാൻ നടന്നവരുടെ മുന്നില് വിജയിക്കണമെങ്കിൽ നീയും ആതിരയും കൂടെ ഒന്നിച്ച് ജീവിക്കണം. കൂടെ നിന്ന് സ്വന്തം അച്ഛൻ പരാജയപ്പെടുത്തിയവന് ഇനിയൊരു തോൽവി വിജയമൊന്നും വിഷയമല്ലല്ലോ. എടാ, അത് നീ അങ്ങനെ ചിന്തിക്കല്ലേ. നിങ്ങളുടെ കല്യാണം നടന്നു കിട്ടാൻ അച്ഛൻ ഒരു പഴയ ബുദ്ധി പ്രയോഗിച്ചു. അങ്ങനെ ചിന്തിച്ചൂടെ നിനക്ക്? നീ എന്ത് പറഞ്ഞാലും ശരി, ഇതൊത്തു പോവില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് എത്തുമ്പോ മാനസികമായും ശാരീരികമായും നീ തളരും. നിന്നെ ഒന്ന് താങ്ങി നിർത്താൻ കുടുംബാംഗങ്ങളോ ഈ പറയുന്ന ഞാനോ ഉണ്ടാവില്ല ആ നേരത്ത്. ഒറ്റപ്പെട്ടവനുണ്ടാകുന്ന മനോബലം അതെനിക്കിപ്പോ ധാരാളം കിട്ടിയിട്ടുണ്ട്. മനോബലം മണ്ണാങ്കട്ട. എടാ, നിന്റെ ചെറിയച്ഛന്റെ മോള് വലിയ മനോബലക്കാരി ഒരുത്തി ഉണ്ടല്ലോ. അവക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു പിരി പിടിക്കാതെയായി ഊളംപാറ വിസിറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ആണോ? നിന്നോട് ഇതാര് പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, പക്ഷെ നീ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂന്നാ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ ആതിര നിന്റെ ഒപ്പം ജീവിക്കാനായി വന്നിരിക്കുന്നത്. മാറി താമസവും വീട്ടിൽ കൊണ്ടുവന്നാക്കലും വീടുപേക്ഷിക്കലും എല്ലാം കൂടി ഇന്ന് കേട്ട് ആതിരയുടെ മനസ്സൊന്ന് പാളിപ്പോയാ പിന്നെ ആയുഷ്കാലം നീ ഗതി പിടിക്കില്ല. പിന്നെ കല്യാണത്തിന് വേണ്ടി കൈ നിറക്കിയ കാശും പലിശക്കാരന് കൊടുത്ത 10 ലക്ഷവും ഒക്കെ ഗോവിന്ദ. പലിശക്കാരന്റെ കടം വീട്ടിയ കാശ് ശിവദാസനങ്ങൾ തരുമല്ലോ. തരും. അങ്ങേരുടെ മോളെ നീ ഭാര്യയായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ആതിരയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് കടം വീട്ടിയ കാശും ചോദിച്ച് നീ അങ്ങ് ചെന്നാലേ ആതിരയുടെ അച്ഛൻ പൊട്ടിയതും ചളിങ്ങിയതുമായ വാട്ടർ ക്യാനുകൾ എടുത്ത് നിന്റെ തലയിൽ വെച്ച് തരും. വല്ല സ്ക്രാപ്പുകളിലും കൊണ്ടുപോയി വിറ്റ് കാശെടുത്ത് ഒന്നും പറയും. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയായല്ലോ. എടാ, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതാ ഒരുമാതിരി തൊണ്ടയിൽ എന്തോ കുടുങ്ങിയ അവസ്ഥ. എന്തായാലും ഒടേതമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നിന്റെ വായിന്ന് വന്നതൊക്കെ സ്വയം വിസ്മരിക്കാൻ തയ്യാറായാൽ ജീവിതം ഇനി ആസ്വദിച്ച് മുന്നോട്ട് പോവാം. എന്തു പറയുന്നു? എടാ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റാ. ചുമ്മാ ഈഗോ അടിച്ചത് നശിപ്പിക്കാതെ പോയി എൻജോയ് ചെയ്യാൻ നോക്ക്. അഭിലാഷേ, നീ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കുറച്ചല്ല, കുറച്ചധികം കാര്യമുണ്ട്. എന്തുവാടാ ഇത്? പിശുക്കി നല്ല വാക്ക് പറയാൻ നീ പിശുക്കനായോ? ഇനി എനിക്ക് പോയി 2 എണ്ണം വിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഓക്കെടാ, താങ്ക്സ്. എന്നാ നീ വിട്ടോ. ആ
ചെറിയച്ഛന്റെ മോക്ക് വട്ടിന് മരുന്ന് കൊടുത്തതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. രാജേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓഫോ? മനീഷയെ വിളിച്ചു നോക്കാം. ഹരിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുത്തതുകൊണ്ട് അവക്ക് എന്നോട് ദേഷ്യമായിരിക്കും. എന്തോ കെണി ഒപ്പിച്ചിട്ടാ സദ്യ പോലും ഉണ്ണാതെ പെട്ടെന്ന് അവൾ എല്ലാരെയും കൂട്ടി കാറി കയറി പോയത്. 10 മാസം വയറ്റി ചുമന്നതല്ലേ. പെറ്റ വയറിന്റെ ദണ്ണ എന്താണെന്ന് അവക്കറിയില്ലല്ലോ. വിളിച്ചു നോക്കാം. മനീഷ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആകാശിനെ ഒന്ന് വിളിച്ചു നോക്കാം. അതും സ്വിച്ച് ഓഫോ? നാത്തൂനെ തന്നെ വിളിക്കാം. നാത്തൂനകത്തുണ്ടായിരുന്നോ? നേരത്തെ ഞാൻ കുറെ തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതില് തുറക്കാത്തതെന്താ? ഇതെന്തോ പ്രശ്നമുണ്ട്. മനപ്പൂർവ്വം ഫോൺ എടുക്കാത്തതാ. ആരാ? ഹോസ്പിറ്റലിൽ നിന്ന് മനുവാണോ? ശോഭയാണ്. എടുക്കട്ടെ? വേണ്ട, കട്ടേ. കുറച്ചു നേരം സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കിയേ, പിന്നെ ഓണാക്കാം. രാജ, ശോഭ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലെ സൽക്കാരവും കഴിഞ്ഞ് വന്നിരിക്കുക. കുറെ നേരം മുമ്പ് കോളിംഗ് ബെല്ലടിച്ച് കേൾക്കാതായപ്പോ ഇന്ന് അവൾ ആ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങുമെന്നാ ഞാൻ കരുതിയത്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാവും ഇപ്പൊ ചേച്ചിയെ വിളിച്ചത്. രാജന്റെ കാറ് മെന്റൽ ഹോസ്പിറ്റലിന്റെ വളപ്പിൽ കിടക്കുന്ന കണ്ട് ആരെങ്കിലും അവളെ അറിയിച്ചിട്ടുണ്ടാകും. അതറിയാനാ അവള് വീണ്ടും വന്നിരിക്കുന്നത്. ആദ്യമായാണ് ഒരു പരാജയം നേരിടുന്നത്. അത് മനസ്സിന് മാത്രമല്ല, ശരീരത്തെയും തളർത്തി കളഞ്ഞു. മനോരോഗ ആശുപത്രിയില് മനീഷയെ 12 മണിക്കൂർ നിരീക്ഷിക്കാൻ കിടത്തണമെന്ന് കേട്ടപ്പോ സ്റ്റീറിംഗ് പിടിക്കാനുള്ള ധൈര്യം പോയി ചേച്ചി. അതുകൊണ്ടാ കാർ അവിടെ ഇട്ടിട്ട് ടാക്സി വിളിച്ചിങ്ങ് പോകുന്നത്. മനീഷ മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ശോഭ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൾ ഇവിടേക്ക് വന്നാൽ ആകെ പ്രശ്നമാവും. ഞാനിത് നിന്നോട് പറയാൻ തുടങ്ങുമായിരുന്നു. ശോഭ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന മനീഷയെയും മനുവിനെയും അന്വേഷിക്കും. മനീഷ മെന്റൽ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലാണെന്ന് നിനക്ക് പറയേണ്ടി വരും. അക്കാര്യം അതുപോലെ അറിപ്പിശിക്കന്റെ വീട്ടിൽ വിളിച്ചറിയിക്കും. രാജേട്ടാ, രാജേട്ടാ, വാതിൽ തുറക്ക്. നാത്തൂനെ, മനീഷയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ശത്രു വീട്ടുകാർ അറിയാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ രാജ. എന്ത് മാർഗം? ഒരു മാർഗവുമില്ല. ശോഭ പുറത്തു നിന്ന് കഥകിനെ തട്ടി ബഹളം വെച്ചാലേ നാട്ടുകാർ വന്ന് കാര്യം തിരക്കും. അതോടെ മനീഷയുടെ കാര്യം എല്ലാരും അറിയും.
നീ ഇങ്ങനെ ചുമ്മാതെ ടെൻഷൻ അടിച്ച് BP കൂട്ടല്ലേ. ആ ശല്യം പിടിച്ചവളെ ഇപ്പൊ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചേച്ചി ഒന്ന് പറ. മനീഷയെ അപമാനിച്ചവളുടെ കല്യാണം നടത്തി കൊടുത്തവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് ശോഭയോട് ചെന്ന് പറ. അപ്പൊ അവള് തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പൊക്കോളും. എന്റെ മോളുടെ ശത്രുക്കളുടെ കല്യാണം കൂടി വന്നവൾക്കെന്ന് വയറ് നിറച്ച് കൊടുക്കും ഞാൻ.